ഗൈസ്, ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ലോങ് വീഡിയോയില് ടീം അമീഗോസ് വരുന്നത്. അതൊരു നല്ലൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മളെ ജിപ്പ് പറയും കേട്ടാ. അതെ, നിങ്ങൾക്ക് നമ്മുടെ തബ്നയില് കാണുമ്പോ തന്നെ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണും. നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഇൻകം കിട്ടിയിരിക്കുകയാണ്. അതെ, നമ്മള് ശരിക്കും ഏർണിങ്സ് കിട്ടിയിട്ട് കുറച്ചായി, പക്ഷെ നമ്മൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതാണ് നമ്മളിപ്പോ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങള് നമ്മുടെ ഈ ഒരു ജേർണി പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് മോർ ദാൻ 1 year ഒക്കെ ആയെങ്കിലും പ്രോപ്പർ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്, പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ജൂലൈയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ, ഈ ഒരു ജൂലൈ വരുമ്പോഴത്തേക്കും 1 year ആയി. അപ്പൊ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നില്ല നമ്മുടെ. നല്ല പാടായിരുന്നു. അതെ, പിന്നെ നമ്മള് ഞായറാഴ്ചകളില് ആണ് ഷൂട്ട് ചെയ്യണത്. അങ്ങനെ എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നടി നടന്മാരൊക്കെ ഭയങ്കര ബിസി ആയതുകൊണ്ടിട്ട് നമ്മന്നെ കുത്തിയിരിക്കണത്. ഞായറാഴ്ച ആദ്യം നമ്മള് 2 ഞായറാഴ്ചകളിലാണ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലായി. പിന്നെ രാത്രി വരെ ഷൂട്ടിംഗ് ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയാ, ലോങ് വീഡിയോസ് ആയിരുന്നു നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരിടക്ക് നമ്മൾ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഒരു ഡാൻസിന്റെ ഒരു റീലൊക്കെ എന്താ മില്യൺ വ്യൂസ് അടിച്ചു. അത് റിച്ചിയുടെ ഒരു റീലായിരുന്നു, ഒരു ഡാൻസിന്റെ സംഘത്തകോടില്ലേ, അതായിരുന്നു ഫസ്റ്റ് ഇട്ട് നമുക്ക് ഒന്ന് ക്ലിക്കായ ഒരു വീഡിയോ. പിന്നെ നമുക്ക് മനസ്സിലായി ലോങ് വീഡിയോ നമ്മൾ കുറച്ച് എന്താ പറയാ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അധികം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഷോർട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം നമുക്ക് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഇക്കാക്ക ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സൺഡേ ചെയ്തെങ്കിൽ നെക്സ്റ്റ് സൺഡേ ഉണ്ടാവില്ല. നമ്മൾ സൺഡേസ് ആണ് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ ആയപ്പോ നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, നമുക്ക് ഇങ്ങനെ അല്ലെ മോണിറ്റൈസ് ആവണം, ഏർണിങ്സ് കിട്ടണം എന്നൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മള് ശരിക്കും പറഞ്ഞ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോ ആൾക്കാർ ചോദിച്ചു, എന്തായി, കാശ് കിട്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ നമ്മള് അതിനു വേണ്ടിട്ട് തന്നെ കൊറേ ആളുകള് പകുതി വെച്ച് യൂട്യൂബിൽ നിന്ന് ഇട്ടിട്ട് പോക്കാണ്. അതായത് കൊറേ നാള് ചെയ്യും, എന്നിട്ട് പകുതി മുക്കാൽ ഭാഗത്തുമ്പോ ഏർണിങ്സ് കിട്ടൂല എന്നുള്ളൊരു ഇത് ലാസ്റ്റ് പിന്നെ വീഡിയോ യൂട്യൂബ് ഡൗൺ ആയി പോവും, അത് ഇട്ടിട്ട് പോവും. അപ്പൊ നമുക്കൊരു ഇതായി, നമ്മ ആ ഒരു ലെവലിലെത്തിയപ്പോ നമ്മൾ വിചാരിച്ചു എന്തായാലും ഏർണിങ്സ് കിട്ടിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ തുടങ്ങി. 14 Pro Maxലാണ് നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ നമ്മൾ പയ്യെ നമ്മളൊരു മൈക്ക് മേടിച്ചു. ആദ്യം നമ്മുടെ മൈക്ക് വേറെ ആയിരുന്നു, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതാക്കി പ്രസ് ചെയ്ത് വെക്കുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് സ്റ്റാൻഡ് മേടിച്ചു, ലൈറ്റ് മേടിച്ചു, ഇപ്പൊ നമ്മള് ബട്ടൺ മൈക്ക് മേടിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ വാങ്ങിച്ചു. വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. കാരണം ആദ്യം ഇതിൽ ഞങ്ങൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് ആദ്യം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം കുറെ ചലഞ്ചസില് ലൈക് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോ നമ്മൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് പിന്നെ നമുക്ക് ഇപ്പൊ എക്സ്ട്രാ ഇൻകംസ് ആണ് ഇപ്പൊ വരുന്നത്. അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ എല്ലാ വീഡിയോസിന്റെ പുറകിലും ഒരു ആളുണ്ട്, ക്യാമറാമാൻ. നമ്മുടെ ക്യാമറ എടുക്കുന്നതും എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നതും ഡയറക്ഷൻ എല്ലാം ചെയ്യുന്നതും ഒരു ഇക്കാക്കുണ്ട്. കാക്കി ഇതുവരെ ക്യാമറയുടെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അതെ, ഇല്ലിക്കാക്കടെ മുഖം അങ്ങനെ വന്നിട്ട് വീഡിയോസിൽ അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെല്ലാരെയും കണ്ടിട്ടുണ്ടാവണത് ഒരു ദിവസം കാര്യം വിചാരിച്ചിട്ടുണ്ട്, ആ ടൈമിൽ മാത്രമേ ഫ്രണ്ടില് വരുള്ളൂ. ആണ് ഒരു ഇതുണ്ട്, അത് അങ്ങോട്ട് അച്ചീവ് ചെയ്ത നിക്കാക്ക മുമ്പിലോട്ട് വരും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ മാത്രല്ല, നമ്മുടെ ഈ വീഡിയോസിൽ നമ്മള് വേറെ 3 കഥാപാത്രങ്ങളും കൂടി ഉണ്ട്. നമ്മുടെ വാപ്പ, ഉമ്മ, പിന്നെ ചെറിയ കുഞ്ഞു ഫൈസി ഉണ്ട്. അപ്പൊ അവരിപ്പോ രാത്രി ആയതുകൊണ്ട്, നമ്മൾ രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ രാത്രി ആയതുകൊണ്ട് അവര് ഇപ്പൊ കിടന്നുറങ്ങണേണ്. അപ്പൊ നമ്മള് ലേറ്റ് ആണെന്നാ പറഞ്ഞ, സമയമൊന്നുമില്ല. നമ്മളിപ്പോ വേറെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇതിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ഒക്കെ ഇപ്പൊ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഒരു അടുത്ത ലക്ഷ്യം നമുക്ക് ഒരു ക്യാമറ എടുക്കാന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. റവന്യൂ കിട്ടിയിട്ട് വേണം നമുക്ക് ഇന്നത് പയ്യെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക്. നമ്മുടെ എല്ലാരും ഇപ്പൊ യൂട്യൂബ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ
കുറച്ച് സ്ട്രഗിളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ നമ്മളെയൊക്കെ പോലെ ഇങ്ങനെ വന്ന് തുടങ്ങി അല്ലെ. അത് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആയാൽ മതി. അതെ, പിന്നെ വീഡിയോ അങ്ങട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ മാറിക്കോളും. നമ്മളെ തലവരെ മാറും. കൂടുതൽ interest ആവും. യൂട്യൂബ് നമ്മളെ അതെ. പഠിപ്പിച്ചെന്നത് ഒരു അതുകൊണ്ടാണ്. വീഡിയോ വൈറലാവും ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും. അതെ. പിന്നെ ചെയ്യാൻ തോന്നും നമുക്ക്. ആദ്യമൊക്കെ നമ്മൾ ഇട്ടോണ്ടിരുന്നപ്പോ ആദ്യമൊക്കെ നമ്മൾ ഇട്ടോണ്ടിരുന്നപ്പേ അത്ര ഇതല്ലായിരുന്നു. അതായത് നമ്മൾ എന്താ പറയാ ഒട്ടും റീച്ചും ഇല്ല. ഓരോ പോയിന്റ് ഓഫ് ടൈമില് നമുക്ക് എന്താണ് ഇങ്ങനെ എന്താണ് നമുക്കൊന്നും ആവണില്ലല്ലോ ആ ഒരു മൈൻഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് പലർക്കേ വീഡിയോസ് ഒക്കെ എടുക്കണ ഈസി ആയിട്ട് തോന്നും. മനസ്സിലാ, സ്ട്രഗിൾ നല്ല രീതിയിലുണ്ട് ഇതിന്റെ പുറമെ ഭയങ്കരമായിട്ട്. ഡയലോഗ് പറയാൻ പറ്റൂല. എന്തെങ്കിലും ഒരു ഡയലോഗ് കൊടുത്തതിനെ കണ്ട നിങ്ങൾ എല്ലാ വീഡിയോയിലും ശ്രദ്ധിച്ചു ഇക്രൂന്റെ ഡയലോഗ്. ഞാൻ പ്രൊഫഷണൽ അല്ല, നമ്മളാരും പ്രൊഫഷണൽ ഞങ്ങൾ അല്ല, ആരും ആരും professional എക്സ്പീരിയൻസ് ആയിട്ടാണ് അല്ലെ ഓരോ ചെയ്യാൻ. ഞാൻ പഠിച്ചു തന്നെയുള്ളൂ, എനിക്ക് അതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ മമ്മൂട്ടിനെ പോലെ ഫിക്റും ഇല്ലാന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞ ഞങ്ങളിത് ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങി വെച്ചതാണ്. ശരിക്കും പറഞ്ഞ ഞാനും സ്റ്റാർട്ട് ചെയ്തത് രോമാഞ്ചത്തിൽ. അതെ, രോമാഞ്ചത്തിന്റെ വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാനും അതായത് ഷാനവാസ് പുറകെ ഇരിക്കണ ക്യാമറമാൻ ഷാനവാസ്, ഞാനും ഇവനും കൂടി തുടങ്ങിയത് വെച്ചതാണ് സംഭവം. അപ്പോ ഇങ്ങനെ ഒരു കളിതമാശ പോലെ തുടങ്ങിയാണ്. ആദ്യം ഒരു വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ശേഷം നമ്മൾ ആ കത്തുന്ന വീഡിയോ നിഴൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിഴൽ നിഴലായിട്ട് അത് ഇവനും ഇവര് പോകുമ്പോ അപ്പൊ അവനിക്കെന്തോ പറയാനുണ്ട്. ആ വീഡിയോ ഇറങ്ങിയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാരും കുറെ കളിയാക്കണാണ്, ഞാൻ എന്തേലാണ് ഇക്കാക്ക ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടാ. അല്ലേ, കാര്യം പറഞ്ഞതാണ്. ബിനീഷ് കാക്കയും ഷിജാസ് കാക്കയും ഭയങ്കര ഫേമസ് ആയ ആ ഒരു വീഡിയോ. ആ ഒരു ടൈമിലൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവരുടെ അടുത്ത് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്നപ്പോ ഒന്ന് ലെവലൊക്കെ റേഞ്ച് ഒക്കെ ഒന്ന് അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ അല്ലല്ലോ, ഇപ്പൊ ഞങ്ങളുടെ അല്ലേ. നമ്മുടെ വീഡിയോ ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് 40 മില്യൺ അടിച്ച് നിൽക്കുന്നത്. അതിപ്പോഴും ഒന്ന് പോസ് ആയതാണ്. 39.7 മില്യണിൽ ഒന്ന് ജസ്റ്റ് ഇതായി. പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് 2 ദിവസം മുമ്പ് 39 ആയിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ 40.7 മില്യൺ ആയി. 41 ആയി. ഗ്രേറ്റ്. അപ്പൊ അതൊന്ന് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വിട്ട് കളയണ്ട, വെച്ച് വിട്ട് കളയരുത്. ഷഹാസിന്റെ എക്സ്പീരിയൻസ് ഓൾറെഡി പറഞ്ഞല്ലോ. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഇവരായിട്ടൊക്കെ ഇങ്ങനെ ഞായറാഴ്ചകളിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോ ഇവരായിട്ട് ഇങ്ങനെ മെയിൻ പണി എന്താണ്? ഉറക്കങ്ങളുണ്ടാവും ഷൂട്ടിങ്ങിന്റെ. നമ്മൾ കണ്ടുപിടിക്കണം, അഭിനയിക്കാനേ വരും. അങ്ങനെയാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഉറക്കങ്ങളൊക്കെ ഉണ്ടാവും. ഉറക്കത്തിന്റെ ഇടയിൽ തട്ടി വിളിക്കുമ്പോ എണീച്ച് അഭിനയിക്കും കാര്യങ്ങൾ. പക്ഷെ എന്നാലും ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്ര നാളും കിട്ടിയത്. കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ഞാനൊന്നല്ല, ഇവരെ എല്ലാരും ഒത്തിണങ്ങി പോകുമ്പോഴാണല്ലോ അഭിനയം മന്നെ. അപ്പൊ അതിന് കാര്യമൊന്നുമില്ല. എനിക്കുണ്ട്. എന്റെ എക്സ്പീരിയൻസ് പറയാനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കപ്പോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ശരിക്കും പറഞ്ഞാ ഇങ്ങനെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ എല്ലാം ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അതങ്ങനെ പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ താല്പര്യവും ഉണ്ട്. അങ്ങനത്തെ ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് കുറവാന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഇപ്പൊ ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. സത്യം പറഞ്ഞ പ്രൊമോഷനിൽ കിട്ടിയ പൈസ ഒക്കെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇവർക്ക് കുറെ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവര് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് തരുള്ളൂ എന്നുള്ള മൈൻഡ് ആയിരുന്നു എനിക്ക്. ഇത്തവണത്തെ റവന്യൂല് ഞാൻ എനിക്ക് 1 രൂപ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല ഇല്ല, അത് ഈ ഓരോരുത്തരെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ചെന്നിട്ട് പറയാന്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. പക്ഷെ അതിലൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ സഹായിച്ചിരിക്കുന്ന ഇവര് മൊത്തം ഉണ്ടാ. സത്യം പറയാല, എല്ലാത്തിലും കണ്ടന്റ് ആണെങ്കിലും എല്ലാത്തിലും ഷിജാസ് കാക്കയും ഷാനവാസ് കാക്കയാണ് മെയിൻ ഇതില് കഷ്ടപ്പെട്ടേക്കണത് ഞാൻ പറയും. നമ്മള് മടി കാണിച്ചിരിക്കും, പക്ഷെ ഇവര് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അങ്ങട് രണ്ടുപേരെയൊക്കെ പുതിയതായിട്ട് എടുക്കാന്നൊക്കെ പറയും.
പക്ഷെ അതിൽ ഞങ്ങൾ വഴങ്ങൂല. രണ്ടുപേരും ഇല്ല ഇല്ല വേണ്ട. ഇയാളാണ് പറയണത് എപ്പോഴും നമ്മളെ മാറ്റിയിട്ട് വേറെ 2 പെൺപിള്ളേരെ കൊണ്ടുവരും സമ്മതിക്കില്ല ഞങ്ങൾ. നിക്ക് പിന്നെ വീട്ടിലാണെങ്കിലും ഉപ്പിച്ചിക്കൊക്കെയാണ് കൂടുതലും. അതായത് അനിയത്തിമാർക്കൊക്കെ ഭയങ്കര പുച്ചോർന്ന്. ഇപ്പൊ അവരോട് ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോ അവർക്കൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി. ഫാൻസ് ആണ് എടീ, എന്താണ് നിന്റെ താത്ത നല്ല അടിപൊളി അങ്ങനെയല്ല വ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോ അവർക്കും ഭയങ്കരമായിട്ട് വലിയൊരു ഒരു സന്തോഷം അവർക്ക്. അപ്പോഴാണ് ഇവര് അംഗീകരിക്കാൻ തുടങ്ങിയത് ശരിക്കും തന്നെ. അതുവരെ ഭയങ്കര പുച്ചോർന്ന് തന്നെയൊക്കെ. നമ്മളെ വീട്ടില് എന്റെ വീട്ടിൽ അതൊക്കെ തന്നെ. എല്ലാരും വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ. വീഡിയോ പിടിച്ചിട്ട് എന്ത് കിട്ടി? ചോദിച്ചോണ്ടിരുന്ന എല്ലാവരും ചോദിക്കും. തുടങ്ങി കഴിഞ്ഞപ്പോ എല്ലാരും ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ശരിക്കും വീട്ടിലുള്ളവരാണെങ്കിലും ഈ പരിസരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാല് നമ്മളെ പറ്റി ഇങ്ങനെ ഒരാൾ പൊക്കി പറയുമ്പോ നമുക്ക് ഒബ്വിയസ്ലി നമ്മളൊരു സന്തോഷം വരും. അതൊക്കെ തന്നെ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കുറെ കസിൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ അവരും ചോദിച്ചു തുടങ്ങും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുകൊണ്ട് അവർക്കും കുറച്ചും കൂടെ മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് അവര് ചോദിക്കും ഇതേപോലെ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യം ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാവർക്കും പൈസ കിട്ടിയാന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നമ്മളെ 4 ആൾക്കാര് അറിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളാണെങ്കിൽ എല്ലാരും ചോദിക്കുമ്പോഴത്തേക്കും ആകാറായി കുറച്ചും കൂടി ഉള്ളൂ, ഇങ്ങനെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്, അതൊക്കെ മീറ്റ് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ലെവല് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 40K അടുത്ത സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവാറായി. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20K ആവാറായി നമുക്ക് ഫോളോവേഴ്സ്. അപ്പൊ നമ്മള് യൂട്യൂബും ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും. വലിയൊരു കാര്യമാണ്. അതെ, ഇപ്പൊ 4 ആൾക്കാർ അറിയാൻ തുടങ്ങിയിട്ടാ. ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ആയി തുടങ്ങിയത് ശരിക്കും ഇപ്പൊ 40 മില്യൺ അടിച്ചൊരു വീഡിയോയിലാണ്. കാരണം 6000 മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ഫോളോവേഴ്സ് ആയിരുന്നു. പക്ഷെ അത് 20K എത്തണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് അത്രയും റീച്ച് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. കാരണം 40 മില്യൺ എന്ന് പറഞ്ഞാല് ചെറിയൊരു 4 കോടി അല്ല. അത് ഭയങ്കര ഹാപ്പിയാണ്. 1 മില്യൺ ലൈക്കും ഉണ്ട്. സബ്സ്ക്രൈബേഴ്സിനോട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ അതെ, നമ്മുടെ ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സ് നമ്മുടെ യൂട്യൂബിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 2ലും ഒരേപോലെ ഉള്ളവരുണ്ട്. പിന്നെ അത് കൂടാതെ ഫസ്റ്റ് ഇൻസ്റ്റയില് 1 മില്യൺ വ്യൂസ് അടിച്ച ഒരു വീഡിയോ ഉണ്ട്. അന്ന് ഞങ്ങൾ ആ 1 മില്യൺ വ്യൂസ് കിട്ടിയപ്പോ നമ്മൾ അത്രയും ഭയങ്കര ഹാപ്പിയാണ്. 1 മില്യൺ എന്നൊക്കെ പറഞ്ഞാല് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാല് നമ്മളെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മില്യൺ മാറി. ഇപ്പൊ 10 മില്യൺ കിട്ടിയാലും ഒരു 14 മില്യൺ ആണ് ഇപ്പൊ നമ്മുടെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടി കുറെ പ്രൊമോഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു റവന്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ നമുക്ക് കിട്ടുന്നത്. ഒരു 8-9 അതുകൂടാതെ യൂട്യൂബിൽ നിന്ന് വേറെ ചെയ്തിട്ടുണ്ട്. വിതിൻ 3 months ആണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഈ ഏർണിങ്സിന്റെ കാര്യം റിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊമോഷൻസിന്റെ ചെയ്യുന്നുണ്ടെങ്കിലും ഇക്കാക്കമാരെപ്പോഴും ഇങ്ങനെ കളിയാക്കി പറയുന്ന നിങ്ങൾ ചെയ്ത ഇതിന്റെ പകുതി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞങ്ങള് ശരി ഇക്കാക്ക നമ്മള് സത്യമായിട്ട് സീരിയസ്ലി ഞാൻ തരൂന്ന് വിചാരിച്ചല്ല. കുറച്ചു ദിവസം മുമ്പ് ഇങ്ങനെ വന്നിട്ട് കക ഇങ്ങനെ പ്രൊമോഷൻസിന്റെ പൈസയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും രൂപ ചിപ്പ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാല് അന്തം വിട്ടു. അല്ല അങ്ങനെയല്ല, ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ആദ്യമൊക്കെ കുറെ പേര് പുച്ഛിച്ചവരുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, പുറമേ പറയണില്ല എന്നുള്ളു. പക്ഷെ നമുക്കറിയാം അങ്ങനെയുള്ളവര് പോലും ഇപ്പൊ നമ്മളെ കാണുമ്പോ ഒരു മതിപ്പാണ് അവർക്ക്. അതായത് നമ്മള് അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നത് ഉറപ്പാണ്. അടുത്ത പ്രത്യേകിച്ചൊന്നും പറയാൻ ഇവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇവിടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് അഭിനയിക്കാൻ കുറച്ച് പേടി പറ്റാത്ത സാഹചര്യം. ഇപ്പൊ അതൊക്കെ മാറി പറയാം. ബുദ്ധിമുട്ടായിരുന്നു ഓരോ ഷോർട്ട് ടൈമൊക്കെ. ഇല്ല, ഫസ്റ്റ് ടൈം ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചെയ്ത് ഇപ്പൊ 1 വർഷം കഴിഞ്ഞില്ലേ, അങ്ങോട്ട് പഠിക്കാൻ പറ്റിയൊരു ഭാഗ്യം അതുണ്ടായി. കൊറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എന്തൊക്കെയാണ് അഭിനയം എന്നുള്ളതൊക്കെ കുറച്ചു പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമ്മ എക്സ്പേർട്ട് ആണെന്നല്ല പറയണത്, നമ്മ എക്സ്പേർട്ട് ആണെന്നല്ല പറയണത്, എന്നാലും ഉള്ളതിൽ വെച്ച് ചെറിയ കുറച്ചൊരു മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ, കാര്യം പറയാം. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ സീൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും
പെട്ടെന്ന് ഒരു ടേക്കിലൊക്കെ ശരിയായി തുടങ്ങിയത് ഇപ്പോഴാണ്. മുമ്പൊക്കെ നമ്മളൊരു ടേക്ക് എടുക്കാൻ തെറ്റി അതെ ഇക്കുറി ഇവിടെ ഇരുന്ന് എണ്ണിക്കളിക്കും 1 2 ഒരാൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് അത് ഇക്കുറി അങ്ങനെ കൊറേ നമുക്ക് കൊറേ ചിരിക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒന്ന് അഭിനയിക്ക് എല്ലാരും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് എന്നും പറഞ്ഞാൽ നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മള് പറയണില്ല. നമ്മൾ ചെയ്തോണ്ടിരുന്നത് നമുക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് ഇവരെ വെച്ചൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഗ്യാങ്ങിന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 പേരുള്ള ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിന്റെ പേരാണ്ട ടീം അമീഗോസ്. ആ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചാനൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിനയിക്കാൻ അത്ര പേര് ഇപ്പൊ അംഗങ്ങൾ ഇല്ലാത്തോണ്ടാണ് ഇവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയത്. അതെ കുറെ അതുകൊണ്ട് ഇവർക്ക് നല്ല ഇതായിട്ടുണ്ട്. 10-15 പേരുണ്ടായിരുന്നതില് കുറെ പേരൊക്കെ നമ്മളിന്ന് പോയിട്ടുണ്ട്. പോയി ഇതേപോലെ. ഓരോ പല പല കാരണത്താല് അവര് പോയി. സാഹചര്യം കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ വെച്ച് ചെയ്യാലോന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇത്രയും അങ്ങനെ പേര് അവരുടെ വെച്ചിട്ട് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമീഗോസിലേക്ക് നമ്മൾ 2 ഗേൾസ് പക്ഷേ എൻട്രി ചെയ്തു. വീഡിയോയില് മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയില്ല. അതങ്ങനെയുള്ളൂ. നമുക്ക് നമ്മളേതായിട്ടുള്ള കുറച്ച് പ്രൈവസി ഉണ്ട്. പക്ഷെ നിങ്ങളെ ടീം അമീഗോസിന് പേര് മാത്രമേ ഉള്ളൂ. അതെ ഇവരുടെ സാമ്രാജ്യം അകത്ത് കയറിക്കഴിഞ്ഞാൽ ഞങ്ങളാ സാമ്രാജ്യം. ഷൂട്ടിൽ മാത്രം പിന്നെ മെയിൻ ആയിട്ട് കുറെ പേർക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഇതെന്ന് പറഞ്ഞാല് ഇതും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇത് ഇവന്റെ പെങ്ങള്. ശരിക്കും പറഞ്ഞ ഇവന്റെ അനിയൻ. ഇത്രേ ഉള്ളൂ. നമ്മ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന്. എന്നാലും നമ്മള് ഇവിടെ ഒരു ഫാമിലിയാണ്. ഫുൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ചെറുപ്പം മുതലേ കാണാൻ ഇവരെയൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലോണം സപ്പോർട്ട് ചെയ്യണത് ഇവിടുത്തെ ഉമ്മയും പാപ്പയും. ഇവരുടെ ഉമ്മയും പാപ്പയാണ് സപ്പോർട്ട് ചെയ്യണത്. അതിന് അപ്പൊ അതിന് അവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയാം. ഇവര് വരുമ്പോ തലകുത്ത കറിയും ബിസ്ക്കറ്റ് ചായ. നമ്മൾ ഈ ഷൂട്ടിങ്ങില് മെയിൻ ആയിട്ട് നമ്മള് യൂസ് ചെയ്യണത് ഈ ഒരു 6 മാസം മുന്നത്തെ കുഴപ്പമൊന്നുമില്ല. അതെ നമ്മള് ഈ ഷൂട്ടിങ്ങില് മെയിൻ ആയിട്ട് നമ്മള് എന്താ പറയാ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വീട് ഈ ലൊക്കേഷനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ടെറസ് യൂസ് ചെയ്തിരുന്നു. അതെ നമ്മൾ ഈ വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ വീടിന്റെ അകത്ത് പല പല സൈഡാണ് നമ്മളിങ്ങനെ മൂല നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ അപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ നമ്മൾ എത്ര ലേറ്റ് ആയാലും നമുക്കായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഉമ്മ ഇവിടെ ഇരിക്കാറുണ്ട്. നമ്മുടെ കൂടെ തന്നെ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരിക്കാറുണ്ട്. വാപ്പായാലും അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണില്ല വേറൊരു വീട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നുള്ളത്. കാരണം ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടാന്ന് വെച്ചാല് ആളുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഉമ്മിച്ചി വാപ്പിച്ചി ആളുകൾ രണ്ടു തരമുണ്ടല്ലോ, നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നവരുണ്ട്. ഇടയ്ക്ക് നെഗറ്റീവ് പറയും, ഇടയ്ക്ക് പോസിറ്റീവ് പറയും. പിന്നെ പറയാനുള്ള കാര്യം നമ്മുടെ യൂട്യൂബിന്റെ ഇൻകം എത്ര കിട്ടിയെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. എടുത്തെടുത്ത് ചോദിക്കുക എത്ര കിട്ടിയെന്ന്. അപ്പൊ നമ്മള് കറക്റ്റ് എമൗണ്ട് ഇപ്പൊ നമ്മൾ എന്തായാലും പറയണില്ല. പക്ഷെ ഒരു തരക്കേടില്ലാത്ത നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളത് ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് അതെല്ലാം കവർ ചെയ്തിട്ട് നമ്മളും ഷെയർ ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻസിന് നമുക്ക് അത്യാവശ്യം ഏർണിങ്സ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പും ഒരു ക്യാമറയാണ്. ക്യാമറ എടുക്കണം. ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പ് ഇല്ല. ഇപ്പൊ മൊബൈലിൽ തന്നെയാണ് ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അതിന് കകനെ സമ്മതിക്കണം കേട്ടോ. അതാണ് അല്ലെ, കകനെ സമ്മതിക്കണം. നമ്മുടെ അതെ നമ്മളെ വർക്കുണ്ട് ഇതും കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മള് ശരിക്കും പറഞ്ഞ ഞായറാഴ്ചകളിൽ വന്നിട്ട് ഒന്ന് അഭിനയിക്കാൻ പറയുമ്പോൾ അഭിനയിക്കാം. പക്ഷെ പുള്ളിയാണ് ഇപ്പൊ ഈ നമ്മളെ ഫ്രണ്ടാണ് ചെയ്യുന്നത്. അവന് വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് കയറ്റി എല്ലാം ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നവരെ അവനാണ്. ഏണിക്സിന്റെ മെയിൻ കാരണം. പക്ഷെ അവനിക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കൂല. അത് പിന്നെ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏണിക്സിൽ 1% ഒരു ഫാമിലിയിലോട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഇത്ര ഫാമിലി പോയി 1% ബാക്കി വീട് പിടിക്കുന്ന ആൾക്ക് ഇടയ്ക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളു നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാ. പെട്ടെന്നൊന്നും സെറ്റ് ആവൂല. കുറെ ഹാർഡ് വർക്ക് ചെയ്യണം, സ്ട്രഗിൾ ചെയ്യണം, എഫേർട്ട് ഇടണം, ടൈം എടുക്കും.
ബട്ട് ഇറ്റ് ചേഞ്ചസ് അല്ലേ? അതെ. അതെ. പകുതി വെച്ചിട്ട് എല്ലാത്തിനും പോകരുത് ഞാൻ പറയുള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്. നമ്മുടെ സമയം വന്ന് തുടങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ലക്ഷ്യത്തില് തട്ടി വീണാലും അതെ, നമുക്ക് ഇതിൽ കുറെ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റി നമ്മൾ ഇവിടെ വരെ എത്തിയത്. പിന്നെ പറയാണെന്ന് വെച്ചാല് ഇതുപോലെ തന്നെ മുമ്പോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതെ. എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇൻസ്റ്റയില് നമ്മൾ കുറെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എന്താ പറയാ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെച്ചിട്ട് എല്ലാവരും അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ വരണം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയില് കുറെ ഫോളോവേഴ്സ് കിട്ടണം. കുറച്ചും കൂടെ നമ്മുടെ വീഡിയോസ് എല്ലാവരും എത്തണം. അപ്പൊ നമ്മള് ഷെയറും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പൊ ഇതുവരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റവന്യൂ കിട്ടണതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലോ ഇൻബോക്സിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. എന്നോട് ചോദിച്ചാൽ ഇവൻ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇവൻ പറഞ്ഞുതരും. ഇൻസ്റ്റയില് @ഫിക്രു എന്നാണ് അവന്റെ പേര്. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താ പറയാ, അപ്പൊ ഇനിയും കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരെ നമ്മുടെ എല്ലാരും നിന്നും എന്താ സപ്പോർട്ട് ഇനി നമ്മൾ വേണം. അത് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തോ പറയാനുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ എല്ലായിടത്തും പിന്നെ ഉമ്മ വാപ്പ കുഞ്ഞു ഫൈസി പിന്നെ നമ്മുടെ ക്യാമറമാൻ അൽഷാൻ അവസ് എല്ലാരുടെ അടുത്തുനിന്നും നമുക്കിപ്പോ തൽക്കാലം ഒന്ന് ബൈ പറയാം അല്ലേ? ബൈ.